بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരായി തീരാൻ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖികളും മുവഹിദുകളുമായി ജീവിച്ചു മരണപ്പെട്ടു പോകുന്ന വിശ്വാസികൾ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവർ ആരും ഉണ്ടാവുകയില്ല. ഒരിക്കലെങ്കിലും ഏതെങ്കിലും വിധേനയുള്ള പ്രയാസങ്ങൾ നമ്മെ ഓരോരുത്തരെയും തേടി വന്നിട്ടുണ്ടാകാം. ദൈനംദിന ജീവിതങ്ങളിൽ സാമ്പത്തികമായോ ആരോഗ്യപരമായോ കുടുംബപരമായോ മാനസികമായോ ഒക്കെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെയൊക്കെയും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർക്കുകയും പ്രയാസങ്ങൾ ഇല്ലാതെ സൗഖ്യമായി നടക്കുന്ന സമയങ്ങളിൽ അല്ലാഹുവിനെ മറക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് സ്വാഭാവികമായിട്ടും മനുഷ്യരിൽ നമ്മൾ കണ്ടു തുടങ്ങുക. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അള്ളാഹുവിൽ നിന്ന്, അല്ലെങ്കിൽ അള്ളാഹു എന്താണ് എങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ആളുകളെയെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ കാണാറുണ്ട്. ഈമാനിന്റെ കുറവും അള്ളാഹുവിനെ കുറിച്ച് യാഥാർത്ഥ്യ ബോധവുമില്ലാത്ത വർത്തമാനമായിരിക്കും അവനെ അപ്രകാരമുള്ള സംസാരങ്ങളിലേക്ക് നയിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അടക്കം, അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഓരോ മുർസലുകളും, ഓരോ പ്രവാചകന്മാരും, ഓരോ അമ്പിയാക്കളും, അതിൽ ഖുർആൻ പേരെടുത്തു പറഞ്ഞ, വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറയപ്പെട്ട പ്രവാചകന്മാരിൽ പ്രത്യേകിച്ചും അവരുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിച്ചവരായിരുന്നു അവരൊക്കെ. വിശ്വാസികളായി പ്രവാചകന്മാരിൽ, മുർസലുകളിൽ, അമ്പിയാക്കളിൽ വിശ്വാസമർപ്പിച്ച് അവരിലേക്ക്, അല്ലെങ്കിൽ അവർ പറഞ്ഞ ആശയം മനസ്സിലാക്കുകയും ഈമാൻ ഉൾക്കൊള്ളുകയും മുസ്ലിമായി ജീവിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ചും അവരുടെ ശത്രുക്കളായിട്ടുള്ള മറുവിഭാഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ ചരിത്രങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം. അവിടെയൊക്കെയും
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാടിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചോ വിശ്വാസികളെ അഥവാ സഹജീവികളായിട്ടുള്ള മനുഷ്യരെ കുറിച്ചോ മോശമായ ഒരു ഊഹം വെച്ച് പുലർത്തുക എന്നുള്ളത് വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് മോശമായ ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മറിച്ച് എന്താണ് ഉണ്ടാകേണ്ടത്? സൂഹുവന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. ഊഹത്തിലുള്ള പിഴച്ച ഊഹങ്ങളെ, മോശമായ ഊഹങ്ങളെ. എന്നാൽ ഇപ്രകാരം ഉണ്ടാകുന്ന സമയങ്ങളിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ആപൽഘട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല വിചാരമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നും ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരാണ്. പലപ്പോഴും അപ്പോഴാണ് നമുക്ക് നമ്മെ കുറിച്ചോ അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ചോ ഓർമ്മ ഉണ്ടാകുക. എന്താ പടച്ചോൻ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്താ എന്റെ കുടുംബത്തെ മാത്രം പടച്ചോൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അള്ളാഹുവിനെന്താ തീരെ സ്നേഹമല്ലേ, ഇഷ്ടല്ലേ എന്ന ചിന്ത അപ്പോഴാണ് ഉണ്ടാവുക. വിശ്വാസികൾ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പാവപ്പെട്ട സഹാബാക്കൾ പ്രവാചകനിൽ വിശ്വാസം അർപ്പിച്ച് പ്രവാചകനിൽ ഈമാൻ ഉറച്ച് മുസ്ലിമായി ജീവിക്കാൻ അവർ തുനിഞ്ഞപ്പോ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭൗതികമായിട്ടും അല്ലാതെ മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ, ഭൗതികമായിട്ട് എണ്ണിയാലൊടുങ്ങാത്ത ബുദ്ധിമുട്ടുകൾ. കാരണം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പേടിച്ചിരുന്ന കുറച്ച് ആളുകൾ അഹ്ലു സുഫകളായി വിശേഷിപ്പിക്കപ്പെട്ടു. അവർക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അക്രമം കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും കൊണ്ടുതരുന്ന ഭക്ഷണങ്ങൾ കഴിച്ചും അവർ കൊടുക്കുന്ന ഉടയാടകൾ ഉടുത്തും അവർ ജീവിതം തള്ളി നീക്കിയിരുന്നു. അഹ്ലു സുഫകൾ എന്നാണ് അവർക്ക് പറഞ്ഞിരുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സഹാബാക്കൾ ഉണ്ടായിരുന്നു. അപ്രകാരം യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം അപ്പുറത്ത് നിങ്ങളെ പരാജയപ്പെടുത്താനുണ്ടെന്ന ഭീഷണി പലപ്പോഴായി അവർക്കുണ്ടായിരുന്നു. അല്ലദീന ഖാല ലഹുമുൻ നാസ്, അപ്രകാരമുള്ള ആളുകളോട് മനുഷ്യന്മാര് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, തീർച്ചയായും ആളുകൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട്, ഭയപ്പെട്ടുകൊള്ളുക, പേടിച്ചുകൊള്ളുക. ഫസാദഹും ഈമാന, ആ സമയത്ത് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടുന്ന വളരെ മഹത്തായ ഒരു ഗുണം അത് വിശ്വാസിക്കേ ഉണ്ടാവുള്ളൂ. അഥവാ അങ്ങനെ ഒരു ഈമാൻ വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനോമുകുരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വിശ്വാസത്തിന്റെ നാമ്പുണ്ട്. അങ്ങനെ ഉണ്ടാവേണ്ടത്. ഫസാദഹും ഈമാന, അവരുടെ ഈമാനുകൾ, അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുക. വഖാലു, അവർ പറയുകയും ചെയ്യും, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ അല്ലാഹുവോളം വലിയവൻ മറ്റാരുമില്ല എന്ന സന്തോഷവും അവർക്കുണ്ടാവുകയും ചെയ്യും. അള്ളാഹുവിനെ കുറിച്ച് അപ്രകാരം ഒരു ചിന്ത ഉണ്ടാവുക എന്നതാണ് അള്ളാഹിനെ കുറിച്ചുള്ള ഹുസ്നുൽ വന്ന്. അള്ളണ്ട്, എനിക്ക് എന്റെ എല്ലാ പ്രയാസങ്ങളിലും എന്റെ പടച്ചോന്റെ കൂടെ ഉണ്ടാകും. പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെയൊക്കെ ക്രമീകരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, തവക്കുൽ ജമീൽ മിനല്ലാഹി തആല, എല്ലാ സൗഖ്യങ്ങളുടെയും സൗന്ദര്യങ്ങളുടെയും വിഭവം ഒരുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവസ്ഥാനം എന്നത് അള്ളാഹുവിൽ നിന്നാണ്. ഏത് സന്തോഷവും ഏത് സമാധാനവും പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. വദാലിക ബിഅയ്യബുൽ മുഅ്മിൻ അൽ മഗ്ഫിറ, പാപം ചെയ്തവനായ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ മഗ്ഫിറത്തിനെ പ്രതീക്ഷിക്കുകയും ഊഹിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. ഇസ്തിഗ്ഫാറ, ഞാനെങ്ങാനും ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു എനിക്ക് പുറത്തു തരികയില്ലേ എന്ന ഭയപ്പാട് ചില ആളുകൾക്ക് ഉണ്ടാവും. അത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ആ പാപങ്ങൾ ചെയ്തിരിക്കുന്നവനെ സംബന്ധിച്ച് അവൻ അള്ളാഹുവിനെ കുറിച്ച് നല്ലതായ ധാരണയുണ്ടായിരിക്കണം, ഊഹമുണ്ടായിരിക്കണം, ഹുസ്നുൽ വന്ന് ഉണ്ടായിരിക്കണം. ഞാൻ എങ്ങാനും ഇസ്തിഗ്ഫാർ ചെയ്താൽ എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരുമെന്ന ചിന്തയുണ്ടായിരിക്കണം. ഇസ്തിഗ്ഫാർ ചെയ്താൽ എനിക്ക് പൊറുക്കാനായി എന്റെ റബ്ബ് കൂട്ടിനുണ്ട്. ഞാൻ എങ്ങാനും തൗബ ചെയ്താൽ എന്റെ തൗബയെ സ്വീകരിക്കാനും എനിക്ക് പുറത്തു തരാനും എന്റെ റബ്ബ്, എന്റെ തമ്പുരാൻ കൂടെയുണ്ട്.
ഞാൻ എന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് രാവിന്റെ യാമങ്ങളിൽ എഴുന്നേറ്റ് എന്റെ റബ്ബിനോട് ഞാൻ എങ്ങാനും ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം തരാനായി കാത്തിരിക്കുന്നവനായി എന്റെ റബ്ബിന്റെ കൂട്ടിനുണ്ട്. എനിക്ക് വേണ്ടതെല്ലാം അന്വേഷിക്കാനും അതെല്ലാം പൂർത്തീകരിച്ചു തരാനും എന്റെ റബ്ബ് എനിക്ക് കൂടെയുണ്ട് എന്ന ചിന്തയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അപ്രകാരമാണ് പഠിപ്പിച്ചത്. എനിക്ക് എന്റെ റബ്ബ് കൂടെ ഉണ്ട്. ഏത് കാര്യത്തിലും രോഗമാണോ, എന്റെ രോഗം മാറ്റാൻ എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട്. ഏത് ഡോക്ടർമാരും നമ്മൾ എത്ര തന്നെ പരാജയപ്പെടുത്താൻ വിചാരിച്ചാലും നമ്മളെ നിരാശപ്പെടുത്താൻ വിചാരിച്ചാലും എനിക്ക് എന്റെ റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹുവിനെ കുറിച്ച് അപ്രകാരം ഒരു നല്ല ധാരണ ഉണ്ടാവുക എന്നത് ഇബാദത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന ഹുസ്ന ളന്ന ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു വിശ്വാസിയുടെ നല്ലതായ ധാരണ മിൻ ഹുസ്നിൽ ഇബാദ, അവൻ ഏറ്റവും നല്ലൊരു ആരാധനയാണ് ചെയ്യുന്നത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വെറുതെ അല്ല, അള്ളാഹിനെ കുറിച്ച് അങ്ങനെ ഒന്ന് ധരിക്കുന്നത് പോലും വെറുതെ ആയി പോവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. മാത്രവുമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അള്ളാഹിനെ കുറിച്ച് നിന്റെ മനസ്സിൽ എന്ത് ധാരണയാണോ ഉള്ളത് അതേപോലെ ആയിരിക്കും അള്ളാഹ് നിന്നോട് പ്രതികരിക്കുക. അങ്ങനെ ആയിരിക്കും നിന്നെ അള്ളാഹ് നോക്കിക്കാണുക. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും എനിക്ക് എന്റെ അള്ളാഹ് ഉണ്ട് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, എങ്കിൽ അള്ളാഹ് അപ്രകാരമായിരിക്കും. അള്ളാഹ് എന്നെ കൈവിട്ടിക്കണം, അതുകൊണ്ട് ഞാൻ തോന്നിയാസയായിട്ട് നടക്കുകയാണോ എന്ന് വിചാരിക്കുന്നത്, എങ്കിൽ അള്ളാഹ് നിന്നെ കൈവിടും. കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അനാ ഇൻദ ളന്നി അബ്ദി ബി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ, ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് പ്രകാരമായിരിക്കും ഞാൻ അവനോട്. വഅന മഅഹു ഇദാ ദക്കറനി, ഏതേത് ഘട്ടങ്ങളിലും എന്നെ കുറിച്ച് ഓർക്കുകയാണോ അവൻ ചെയ്യുന്നത്, എങ്കിൽ ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, എന്നെ കുറിച്ച് അവൻ അവന്റെ മനസ്സിൽ ഓർത്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഞാൻ അവനെ കുറിച്ചും എന്റെ നഫ്സിൽ ഓർത്തുകൊണ്ടിരിക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹു, അവനൊരു കൂട്ടം ആളുകൾക്കുള്ളിൽ എന്നെ കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെക്കാൾ ഉത്തമരായിരിക്കുന്ന മലായികത്തുകളുടെ കൂട്ടത്തിൽ ഞാൻ അവരെ കുറിച്ച് സംസാരിക്കുകയും ഓർക്കുകയും ചെയ്യും. എന്നിലേക്ക് ഒരു ചാണെടുക്കാൻ അവൻ തീരുമാനിച്ചാൽ ഒരു മുഴം ഞാൻ അവനിലേക്ക് അടുക്കും. അത്രയും ഇഷ്ടമാണ് എനിക്ക് എന്റെ അടിമയോട്. എന്നിലേക്ക് ഒരു മുഴമെടുത്താൽ അവനിലേക്ക് ഞാനൊരു മാറെടുക്കും. അത്രയും ഇഷ്ടമാണ് എനിക്ക് അവനോട്. അവൻ എന്നിലേക്ക് നടന്ന് പതുക്കെ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ധൃതിപ്പെട്ടുകൊണ്ട് എന്റെ അടിമയിലേക്ക് അങ്ങോട്ട് ചെല്ലും. ഏത് പാപത്തിൽ മുഴുകിയവനാണെങ്കിലും എന്നെ കുറിച്ച് എനിക്ക് അവൻ പുറത്തു തരുന്ന എന്റെ ഒരു റബ്ബ് കൂടണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ അടിമ എന്നെ കുറിച്ച് നല്ലത് വിചാരിച്ച് നല്ലതായ വിചാരം വിചാരിച്ചുകൊണ്ട് എന്നിലേക്ക് അവൻ അടുത്തു വരികയാണോ, തീർച്ചയായും ഞാൻ അവനിലേക്ക് സ്പീഡിൽ അങ്ങോട്ട് ചെല്ലും. എന്തിനൊക്കെ? അവന്റെ പാപങ്ങൾ പൊറുക്കാൻ ഞാൻ വളരെ അധികം ധൃതി കാണിക്കും. അവന്റെ രോഗത്തെ മാറ്റാൻ ഞാൻ ധൃതി കാണിക്കും. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഞാൻ അവനോടൊപ്പം കൂടെ നിന്ന് ധൃതി കാണിക്കും. അള്ളാഹ് അങ്ങോട്ട് ഓടി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്പീഡിൽ ഓടി തന്റെ അടുക്കിലേക്ക് വരുന്നല്ല, മറിച്ച് നമ്മൾ എന്താണോ റബ്ബിനോട് ആവശ്യപ്പെടുന്നത്, റബ്ബിനെ നമുക്ക് മനസ്സിൽ നല്ല വിചാരം ഉണ്ടായാൽ മതി. അള്ളാഹിനെ കുറിച്ചൊരു നല്ല ധാരണ ഉണ്ടായാൽ മതി. അള്ളാഹുവാണ് നമുക്ക് എന്തിനും പോന്നവനെന്ന ചിന്തയില്ലാത്തവനാണ് മിക്കവാറും ജോലി വലുതാകുന്നത്, അവന്റെ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങൾ വലുതാകുന്നത്, അവന്റെ രോഗിയും അവന്റെ മക്കളും വലുതാകുന്നത്, അള്ളാഹിനേക്കാൾ വലുതാകുന്നത്. കാരണം എന്താ? അതിനാണ് പ്രാമുഖ്യം കൊടുക്കുക പലപ്പോഴും. അത് തൗഹീദ് മനസ്സിലാക്കിയ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നിസ്കാരത്തിന്റെയും അള്ളാഹുവിലേക്കുള്ള വിളിയുടെയും ഒക്കെ ഉത്തരത്തിൽ വൈകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മിക്കവാറും ഭൗതിക കാരണങ്ങളാണോ നമുക്കൊക്കെ പറയേണ്ടവ, അല്ലേ? ഭൗതികമായ കാരണങ്ങളായിരിക്കും പറയേണ്ടവ. എപ്പോഴെങ്കിലും നമ്മൾ സ്വതക്ക കൊടുത്ത് ഞാൻ നേരം വൈകി നിസ്കാരത്തിലെത്തി പറയാറുണ്ട്. സ്വതക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തുനിന്നിട്ട് ഉണ്ടാവാറുണ്ട്. മിക്കവാറും കുട്ടികളുടെയോ അതല്ല എങ്കിൽ തന്റേതായ കച്ചവടത്തിന്റെയോ ജോലിയുടെയോ ഒക്കെ കാരണം പറഞ്ഞിട്ടല്ലേ.
നേരെ മറിച്ച് അതൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോകേണ്ടവനാണ് ഇപ്പോൾ എന്ന് വിചാരിച്ച് ആ ആരാധനയിലേക്കൊന്ന് ഇറങ്ങി നോക്കൂ, അള്ളാഹിനെ കുറിച്ച് നന്നായെന്ന് വിചാരിച്ചു നോക്കൂ. തീർച്ചയായും റബ്ബ് നമുക്ക് സഹായത്തിനുണ്ടാകുമെന്ന് നമ്മൾ വെറുതെ വർത്താനം പറയല. ചരിത്രത്തിൽ ഒരുപാട് അനുഭവങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം സ്വഹാബാക്കളുടെ ചരിത്രങ്ങളിലൂടെ അടക്കം സലഫുകളായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിലൂടെ അടക്കം നമുക്കത് കാണാൻ പറ്റും. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഭൗതികമായിരിക്കുന്ന ഏതേത് പ്രതിസന്ധി വിചാരങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും അവർക്ക് അതിലൂടെ തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരത്തോളം ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, വല്ലദി ഒരുത്തൻ തന്നെയാണ് സത്യം, ലാ ഇലാഹ ഗൈറുഹു അവനല്ലാതെ ഇലാഹില്ല, അഥവാ അല്ലാഹു തന്നെയാണ് സത്യം. മാ ഉഅതിയ അബ്ദുൻ മുഅ്മിനുൻ ശൈഅൻ ഖൈറൻ മിൻ ഹുസ്നിൽ ദന്നി ബില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിനെ കുറിച്ച് നന്നായി നല്ലത് വിചാരിക്കുന്നവനേക്കാൾ അവനേക്കാൾ നല്ലത് ചെയ്യുന്നവൻ വേറെ ആരുമില്ല. വല്ലദി ലാ ഇലാഹ ഗൈറുഹു ലാ യുഹ്സിനു അബ്ദുൻ ബില്ലാഹി അസ്സ വജല്ല ദന്ന ഇല്ലാ അതാഹു അല്ലാഹു അസ്സ വജല്ല ദന്നഹു. അള്ളാഹുവിനെ കുറിച്ച് നന്നായി നല്ലതായ വിചാരം മനസ്സിൽ വെക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം എന്താണോ അള്ളാഹുവിൽ നിന്ന് അവൻ കിട്ടണമെന്ന് ഊഹിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതവന് നൽകാതിരിക്കുകയില്ല, കിട്ടാതിരിക്കുകയില്ല. കാരണം എല്ലാ ഖൈറും എവിടെയുള്ളത്? എല്ലാ ഖൈറും അള്ളാന്റെ അടുക്കലാണുള്ളത്. ആ ജോലിയാണ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട്, ആ സമയത്തെ കച്ചവടങ്ങൾ പോയി എന്ന് വിചാരിച്ച് ഇതും കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ നഷ്ടാകുമെന്ന് വിചാരിക്കുന്നവരാണോ നമ്മൾ? എങ്കിൽ അള്ളാന്റെ ഖൈറിനെ കുറിച്ച് നമുക്ക് ബോധ്യായിട്ടില്ല, അള്ളാഹിനെ കുറിച്ച് ബോധ്യായിട്ടില്ല. അതിന് മാത്രം മനോഹരമായ ഒരു പ്രാർത്ഥനയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്? പടച്ചോനെ സംബന്ധിച്ചിടത്തോളം, റബ്ബേ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും തന്നെ ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവരാകണ്ടേ വിശ്വാസികൾ? ഏതേത് ഘട്ടങ്ങളിലും നീ ഉണ്ടായാലേ നടക്കൂ എന്ന വിചാരം ഉണ്ടാകേണ്ടതില്ലേ? ചില ആൾക്കാരെ വിചാരമൊക്കെ നടത്തിപ്പോ കണ്ടു കഴിഞ്ഞാൽ പടച്ചോനെ മറന്ന് നടത്താൻ നമ്മൾ പറയും. കാരണം എന്താ? അള്ളാഹുവിനെ കുറിച്ചൊരു ബോധമോ അള്ളാഹുവിനെ കുറിച്ചൊരു ധാരണയോ ഇല്ലാത്ത രൂപത്തിൽ ഞാൻ തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ച് നടക്കുന്ന എത്ര മനുഷ്യന്മാരെ മുസ്ലിങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? അവന്റെ കച്ചവടമായിരിക്കും അവന് വലുത്, അവന്റെ സംഘടനയായിരിക്കും അവന്റെ വലുത്, അവന്റെ നേതൃത്വമായിരിക്കും അവന് വലുത്. പടച്ചോപ്പുറത്തുണ്ട് എന്നുള്ള ചിന്തല്ലാത്ത നടത്താണ് പലപ്പോഴും നമ്മൾ ചില ആൾക്കാരെ കുറിച്ചൊക്കെ ധരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട് അല്ലേ? എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായിട്ടുള്ളവനെ. അതിന്റെയൊക്കെ വിശാലത എത്രയാ! ഹയ്യും ഖയ്യൂമുമായിട്ടുള്ള യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അല്ലാഹുവേ നിന്റെ റഹ്മത്തില്ലാതെ ഒരു സമയം പോലും ജീവിക്കാൻ കഴിയാത്തവനാണ് ഞാൻ. രാവിലെയും വൈകുന്നേരവും അദ്കാറുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അല്ലാഹുവേ നിന്റെ റഹ്മത്തിനെ ഞാൻ എപ്പോഴും നിന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. നീ എന്റെ എല്ലാ കാര്യങ്ങളും ഇസ്ലാഹ് ഉണ്ടാക്കി തീർക്കണം. ഞാൻ ഏതേത് കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്, ഞാൻ പഠിക്കാൻ പോവുകയാണെങ്കിൽ എനിക്കതിൽ ഇസ്ലാഹ് ഉണ്ടാകണം. പഠിപ്പിക്കാൻ പോവുകയാണോ എനിക്കതിൽ ഇസ്ലാഹ് കാണിച്ചു തരണം. ഒരു ജോലി ആവശ്യാർത്ഥം ഞാൻ പോവുകയാണോ എന്റെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെയും അതെനിക്ക് ഇസ്ലാഹാക്കി തീർക്കണം. അഥവാ അവിടെ എങ്ങാനും എനിക്ക് എന്റെ ദീന നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് തുടർന്ന് അങ്ങോട്ടുള്ളത് എങ്കിൽ അതെനിക്ക് ഇസ്ലാഹല്ലല്ലോ. എന്റെ എല്ലാ കാര്യങ്ങളിലും നീ എനിക്ക് ഇസ്ലാഹ് ഉണ്ടാക്കി തരണം. ജീവിതത്തിന്റെ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഞാൻ കിടക്കുന്ന സമയം വരെ, എന്റെ ആയുസിന്റെ 1-ാം തീയതി മുതൽ എന്റെ അവസാന ശ്വാസം എപ്പോഴാണോ നീ തീരുമാനിച്ചിട്ടുള്ളത് അതുവരെ എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളിലും റബ്ബേ നീ ഇസ്ലാഹ് ഉണ്ടാക്കി തരണം. കാരണം ഞാൻ അങ്ങനെയാണ് നിന്നെ കുറിച്ച് വിചാരിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ അസ്ലിഹ് ലി ശഅനി കുല്ലഹ്. എന്നിട്ട് റസൂൽ പറയാ വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അവിടെയാണ് നമ്മൾ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹ് വിചാരിക്കാത്ത ഒരു കാര്യം പോലും ഒരു കണ്ണിമ വെട്ടുന്ന സമയം നമ്മൾ ചെയ്യുന്നില്ല, നമ്മളായിട്ട് ചെയ്യുന്നില്ല. അതൊക്കെ എന്റെ കഴിവാണ്, അല്ല, നമ്മളാരുടെയും കഴിവല്ല.
അള്ളാഹുവാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് നിവർത്തിച്ചു തരുന്നതെങ്കിൽ അള്ളാഹിനോട് നമ്മൾ പറയാണ്, പടച്ചോനെ വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഞാനത് ചെയ്തോളാം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു സമയം പോലും ഇത് ഏൽപ്പിച്ചേരല്ലേ, ഒരു കണ്ണിക വെട്ടുന്ന സമയം പോലും എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുതരല്ലേ റബ്ബേ, എല്ലാം നിന്നിലാണ്. ഈ ഒരു ചിന്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹിനെ കുറിച്ച് പിന്നെ മോശമായി ചിന്തിക്കാൻ എവിടെ ടൈം? നമുക്കുണ്ടായ രോഗം, സക്കരിയ നബിക്ക് രോഗം ഉണ്ടായിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടുത്ത പനി ഉണ്ടായിട്ടുണ്ട്, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്മാരിൽ, മുർസലുകളിൽ, അള്ളാഹുവിന്റെ മുഅ്മിനുകളായ ഇബാദുകളിൽ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ അവർക്ക് നന്മയായി ഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ എനിക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു പ്രയാസം അതെന്തെങ്കിലും ഒരു ഖൈറിന് വേണ്ടിയായിരിക്കുമെന്ന ചിന്തയാണ് അല്ലാഹുവിനെ കുറിച്ച് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. ഇത് അള്ളാഹിനെ കുറിച്ച് നന്നായി വിചാരിക്കുക, നല്ലത് വിചാരിക്കുക. ഒരു കാരണവശാലും മോശമായ ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടാമത്തെ ഘട്ടം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇതിന് രണ്ടിനും രണ്ട് ഘട്ടം. സൂഖുൽ തന്നെ അള്ളാഹിനെ കുറിച്ചും പാടില്ല, ഇബാദുകളെ കുറിച്ചും പാടില്ല. ഹുസ്നുൽ തന്നെ അള്ളാഹുവിനെ കുറിച്ചും ഹുസ്നുൽ തന്നെ പാടുള്ളൂ. ഇബാദുകളെ കുറിച്ച്, മനുഷ്യനെ കുറിച്ചും ഹുസ്നുൽ തന്നെ, നല്ല രൂപമേ പാടുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ രണ്ടാമത്തെ ഘട്ടം പഠിപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ നമുക്കറിയാം, ചരിത്രം നമ്മൾ പഠിച്ചതാണ്. ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കണം നമ്മളിൽ അവനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവേണ്ടത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇയ്യാകും വദ്ദൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ്. നിങ്ങൾ ഊഹത്തെ നന്നായി ശ്രദ്ധിക്കണം. ഇയ്യാകും, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. വദ്ദന്ന, ഊഹത്തെയും നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ഊഹത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന വദ്ദന്ന അക്ദബുൽ ഹദീദി, സംസാരങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടതും കളവുള്ളതുമായിരിക്കും നിങ്ങളുടെ ഊഹങ്ങളിൽ പലതുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണ വാർത്ത പരക്കുകയും അതിൽ സ്വഹാബാക്കൾ അടക്കം, എന്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അത് സംശയിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായ ചരിത്രം നമുക്കെല്ലാം എല്ലാവർക്കും അറിയാം. ഈ ഒരു സമയത്ത് അബൂ അയ്യൂബുൽ അൻസാരിയുടെ അടുക്കലേക്ക് ഉമ്മു അയ്യൂബ് അഥവാ അദ്ദേഹത്തിന്റെ ഭാര്യ വരാൻ, അബൂ അയ്യൂബുൽ അൻസാരി അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഭാര്യ കടന്നു വരികയാണ്. എന്നവർ ചോദിക്കുക, യാ അബാ അയ്യൂബ്, അബൂ അയ്യൂബേ, അമാ തസ്മഅ മാ യഖൂലു നാസു ഫി ആയിഷ, ആയിഷയുടെ കാര്യത്തിൽ ആളുകൾ സംസാരിക്കുന്നത് താങ്കൾ കേട്ടില്ലേ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ, നമ്മളാണ് കേട്ടതെങ്കിൽ എന്താ പറയാ, ആ കേട്ടുകൾ സംഭവം കുറച്ചൊക്കെ ഉണ്ടാവും, അല്ലെ ഇപ്പൊ അങ്ങനെ ആൾക്കാർ പറയോ? ആരെ കുറിച്ച് നമ്മൾ കേട്ടാൽ നമ്മൾ അങ്ങനെയല്ലേ പറയും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാർ ഇപ്പൊ അങ്ങനെ പറയോ? ആരാ നമുക്കത് പറയാനുള്ള അധികാരത്തില്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇപ്രകാരം ഒരു ആരോപണം ഉണ്ടായപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരിയുടെ ഭാര്യ ചോദിക്കാൻ, നിങ്ങൾ കേട്ടില്ലേ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അങ്ങനെ പറയണത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, വദാലികൽ കദിബ്, അത് ഏറ്റവും വലിയ കളവാണ് പറയണത്. അപ്പൊ അദ്ദേഹം ചോദിക്കാം, തിരിച്ചങ്ങോട്ട് ചോദിക്കാം, ഉമ്മു അയ്യൂബേ, തന്റെ പ്രിയ പത്നിയോട് ചോദിക്കാൻ, നീ എങ്ങാനുമാണെങ്കിൽ അപ്രകാരം ചെയ്യുമായിരുന്നു? ആളുകൾ പറയുന്നത് പോലെ, ആയിഷ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ആളുകൾ പറയുന്നത് പോലെ നിനക്കാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നീ ചെയ്യുമോ? അവർ ചോദിക്കാൻ കാലത്ത് അവർ പറഞ്ഞില്ല, അല്ലാഹുവാണ് സത്യം, മാ കുൻതു ലഅഫഅല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അപ്പൊ അദ്ദേഹം പറയാ, അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു, ഫആയിഷ, നബിന ആയിഷ അങ്ങനെ ചെയ്യൂ? ആയിഷ അങ്ങനെ ചെയ്യൂ? കാരണം എന്താ? വല്ലാഹി ഖൈറുൻ മിൻകി, നിന്നേക്കാൾ ഖൈറുള്ളവളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഫഅൻസലല്ലാഹു ബിഅബി അയ്യൂബ് വസാഹിബതിഹി, അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരൊറ്റ സംസാരത്തിലാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. ലൗലാ ഇദ് സമിഅതുഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ.
എന്തെങ്കിലും ഒരു മണ്ണിനെ കുറിച്ച് വിശ്വാസികൾ കേട്ട് കഴിഞ്ഞാൽ അവർ അപ്രകാരം തന്നെ അത് പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം അവർ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? വിശ്വാസികളായ ആണും പെണ്ണും അത് എന്താണ് വിചാരിക്കുക? അത് ഖൈറായിട്ടാണ് വിചാരിക്കേണ്ടത്, അതിന്റെ നന്മയാണ് വിചാരിക്കേണ്ടത്. വഖാലു, അങ്ങനെ ഒരു ആരോപണം കേട്ടാൽ അവർ പറയും ഇത് വ്യക്തമായ കളവാണ് എന്ന് പറയുകയാണ് വേണ്ടത്. അതിന്റെ പിന്നാലെ ഇങ്ങനെ വണ്ടി എടുത്ത് കൂടി അതിങ്ങനെ ചർച്ചയാക്കി കൊണ്ടുപോകല്ല വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കാണ്. ഇങ്ങനെയാണ് വിശ്വാസികളുടെ ഒരാളെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കാൻ വേഗമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. അദ്ദേഹം പറയാണ്, പ്രവാചകരെ റസൂലേ, എന്റെ രണ്ട് മക്കൾ കറുത്ത മക്കളാണ്. ഞങ്ങൾ രണ്ടാളും കറുപ്പല്ല, ഞാനും കറുപ്പല്ല, എന്റെ ഭാര്യയും കറുപ്പല്ല, പക്ഷെ എന്റെ മക്കൾ കറുത്തു, രണ്ടാൾ കറുപ്പാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്തിനാ പറയാൻ കാരണം? എനിക്ക് എന്റെ ഭാര്യയും ചെറിയ സംശയമുണ്ട്, ചെറിയൊരു ഊഹം. കാരണം ഞാൻ ഏതായാലും വെളുപ്പാണ്, എന്റെ ഭാര്യയും വെളുപ്പാണ്, മക്കൾ എങ്ങനെ എന്നെ കറുത്തുപോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈക്കോളജിക്കൽ അദ്ദേഹത്തോട് നന്നായി അദ്ദേഹത്തിന്റെ ബുദ്ധിയോട് സംസാരിക്കുന്നതാണ്. പിന്നെ നമ്മൾ കാണാം, ശരിയായിരിക്കും, നമ്മളെന്താ പറയാ, സംസാരങ്ങളിൽ അങ്ങനെയൊക്കെ വരും. ആപ്പിയൊക്കെ അങ്ങനെ, പക്ഷെ മക്കൾ കോലം കണ്ടില്ലേ എന്ന് പറയാറില്ലേ? സഹോദരങ്ങളെ, അത് പറയാനൊരു അധികാരവും അല്ലാഹുവോ റസൂലോ നമുക്ക് തന്നിട്ടില്ല. ഒരാളെ കുറിച്ചും മോശമായി ധരിക്കാൻ പോലും അല്ലാഹു റസൂൽ നമുക്ക് അനുവാദം തന്നിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ പറയാൻ നിൽക്കണേ? അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഉണ്ടാകാം, പക്ഷെ അത് പാപമാകുന്നത് എപ്പോഴാ? അത് സംസാരത്തിലേക്ക് വരും. അതുകൊണ്ട് സംസാരങ്ങളിൽ ഏറ്റവും കള്ളമായതായിരിക്കും ഊഹത്താൽ ഉണ്ടാകുന്ന സംസാരങ്ങൾ എന്ന് പറയാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കണമെന്ന് അറിയോ? പിന്നെ ഈ ഒരു വിഷയം വന്നപ്പോ, നിനക്ക് വീട്ടില് കാലികളുണ്ടോ, ഒട്ടകങ്ങളുണ്ടോ? ആ ഒട്ടകങ്ങളുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഫഅസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫീ ഖൽബിഹി മിൻ ളൻ വരീബ ബിസുആലിഹി അൻ ലൗനി ഇബ്ലിഹി. തന്റെ ഒട്ടകങ്ങളുടെ കളർ എന്താ? ഒട്ടകങ്ങളെ കളർ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ തള്ളയും അതുപോലെ തന്നെ മക്കളുമായിട്ടുള്ള വ്യത്യാസം, കളറിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നു, അല്ലദീ ഫീ സൗദാഉൻ ഗൈറു ഖാലിസ്, കറുത്ത തള്ളക്ക് കറുത്ത കുട്ടികൾ തന്നെയാണോ ഉള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല. പിന്നെ എങ്ങനെയാണ്? അത് പിന്നെ എങ്ങനെ സംഭവിച്ചു? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയായ മനുഷ്യരിലും ഇങ്ങനെ സംഭവിക്കാം, നീ തിരിച്ചു പോയിക്കൊള്ളുന്ന. അദ്ദേഹം സന്തോഷത്തോടുകൂടെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. സുഫ്യാൻ അസ്-സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പല ആളുകളും ഞാൻ ഊഹിക്കുന്നത് മോശമാണോ, അതല്ല ഞാൻ ഊഹിക്കുന്നത് സത്യമാണോ, നല്ലതാണോ എന്ന് എങ്ങനെ പിന്നെ എനിക്ക് വ്യവച്ഛേദിച്ച് മനസ്സിലാകുക എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ പല സംസാരങ്ങളിലും ഞാൻ എന്താണ് വിചാരിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞോളാം. എന്നിട്ട് പിന്നാണ് പരത്തി പറഞ്ഞ് അള്ളാഹുവിന്റെ ഏതൊരു കാര്യങ്ങളാവട്ടെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയാൾ എങ്ങനെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. കൂട്ടത്തിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ, മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പിൽ നമ്മൾ സംസാരം നടന്നപ്പോൾ ഉസ്താദുമാർ മോശമാണെങ്കിൽ നമ്മൾ അത് മാറ്റണം എന്ന് പറഞ്ഞതുപോലെ ചർച്ച ചെയ്തു. വല്ലാത്തൊരു അത്ഭുതമാണ്. നിങ്ങളെന്താ അറിയും, നമ്മളെ സംബന്ധിച്ച് കമ്മിറ്റിക്കാരാണോ മോശമെങ്കിൽ കമ്മിറ്റിക്കാരെ മാറ്റാനുള്ള സംവിധാനം നോക്കണം. സ്ഥാപനമാണോ മോശം, സ്ഥാപനം മാറ്റാൻ നോക്കണം. വണ്ടി ഇല്ലാത്ത പ്രശ്നമാണോ, വണ്ടി ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ അത് നമ്മളൊരു കാരണങ്ങൾ പറയലും. അക്കൂട്ടത്തിൽ നമ്മൾ പറയും, ഉസ്താദുമാർ പഠിപ്പിക്കാൻ കഴിയാത്തവരാണോ, പഠിപ്പിക്കാൻ കഴിയുന്ന ഉസ്താദുമാരെ നമുക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഉസ്താദുമാരൊക്കെ മോശമാണെന്ന് ഞാൻ പറഞ്ഞു കാണും. ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെ എല്ലാം ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. മനസ്സിലായല്ലോ? അങ്ങനെ അല്ല, മറിച്ച് അത് പരിഹാരം കാണാനുള്ള സംസാരമാണ്. എന്താണോ നമ്മൾ പരിഹാരം കാണേണ്ടത്, ആ പരിഹാരം കണ്ട് നമ്മുടെ മതവിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാനുള്ള വഴികളും അതിനുള്ള വിധികളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മഹല്ലിൽ തന്നെ ഉണ്ടാകണം. അതല്ലാതെ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുക എന്നതോ, അതല്ല എങ്കിൽ മതവിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക എന്നതോ അതിനൊരു പരിഹാരമായിട്ടാണ് കാണേണ്ടതില്ല. ഊഹം പല രൂപത്തിൽ മോശമായ രൂപത്തിലൂടെ ചിന്തിച്ചു പോകുന്നതിന്റെ അവസ്ഥാവിശേഷങ്ങളായി പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വിഷയത്തിൽ സുഫ്യാൻ അസ്-സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് മോശമായിട്ടുള്ളതാണോ അതോ നന്നായിട്ടുള്ളതാണോ എന്ന് എങ്ങനെ ഞാൻ മനസ്സിലാക്കാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി,
ലന്ന് എന്ന് പറഞ്ഞാൽ ഊഹം എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുണ്ട്. ലന്നുൻ ഫീഹി ഇസ്മുൻ, ചില ഊഹങ്ങൾ അതിൽ തെറ്റായ കാര്യങ്ങളെ ഉണ്ടാകും. വലന്നുൻ ലൈസ ഫീഹി ഇസ്മുൻ, ചില ഊഹങ്ങളൊക്കെ തെറ്റായതല്ലാത്ത നല്ല കാര്യങ്ങളുള്ള ഊഹങ്ങൾ ഉണ്ടാകും. ഫഅമ്മൽ ലന്നുല്ലദീ ഫീഹി ഇസ്മുൻ ഫല്ലദീ യതകല്ലമു ബിഹി. നമ്മൾ നന്നായി ചിന്തിച്ചാൽ മതി. ഞാൻ വിചാരിച്ചതായ എന്റെ വിചാരം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ അദ്ദേഹം പറഞ്ഞു തരാണ്. അങ്ങനെ എങ്ങാനും ഒരാളെ കുറിച്ച് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കൊടുക്കും. അതായിരിക്കും, ഇതായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും, ഇതിനു വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യും. എന്നാൽ അങ്ങനെയുള്ള ചർച്ച വരുന്ന, സംസാരം വരുന്ന ഊഹമാണെങ്കിൽ അത് മോശമായ ഊഹമായിരിക്കും. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ പോയിട്ടുണ്ടാവുക, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവന് ചെയ്തിട്ടുണ്ടാവുക എന്നെങ്ങാനും ഞാൻ ഊഹിക്കാണ്, ഞാൻ ആരോട് പറയില്ല, ഞാൻ ആരോട് സംസാരിക്കൂല. അത് ചർച്ച ആകുന്നല്ല, അതിന്റെ മനസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്കിൽ അതായിരിക്കും ഹുസ്നുൽ ളൻ. അത് നിനക്ക് പ്രതിഫലം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെക്കുറിച്ചും മോശമായ ധാരണ ഉണ്ടാക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പഠിപ്പിച്ചു എന്ന് സുഫ്യാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയും. വിശ്വാസികളെ, അല്ലാഹുവിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുക, സഹപ്രവർത്തകരും സഹജീവികളുമായിട്ടുള്ള ആളുകളോട് നല്ല രൂപത്തിൽ വർത്തിക്കുക, അവരെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുക, മോശമായ ധാരണയിൽ വെച്ച് പുലർത്തി ഇവിടുന്ന് അങ്ങോട്ട് പിരിഞ്ഞു പോകുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ.